ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. നോമിനേഷൻ പ്രക്രിയയായിരുന്നു. വലിയ പണി കിട്ടിയതിനാൽ അനീഷിന് ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അനീഷിന് ഇനി നോമിനേറ്റ് ചെയ്യാനേ സാധിക്കില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. പിന്നെ നൂറയ്ക്ക് സൂപ്പർ നോമിനേഷൻ പവർ ഉണ്ട്, ജിഷിന് നോമിനേഷൻ മുക്തിയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നോമിനേഷൻ പ്രോസസ്സ് തുടങ്ങിയത്. പ്രവീൺ നോമിനേറ്റ് ചെയ്തത് ബിന്നിയെയാണ്. സേഫ് ഗെയിം കളിക്കുന്നു എന്നാണ് പറഞ്ഞത്. റെന ഫാത്തിമ ഷാഡോ ആയിട്ടും വേലക്കാരിയായിട്ടും തോന്നിയിട്ടുണ്ട് എന്ന് റീസൺ പ്രവീൺ പറയുന്നുണ്ട്. അങ്ങനെ ബിന്നി അതേപോലെ റെന ഫാത്തിമനെ പ്രവീൺ പറയുന്നു. ആദില നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയാണ്. അഭിലാഷിനെ പറ്റി ആദില പറയുന്ന റീസൺ ഗ്രഡ്ജ് വെച്ച് അഭിലാഷ് നൂറയോട് പെരുമാറുന്നത് കൊണ്ടാണ് ആദില നോമിനേറ്റ് ചെയ്തത്. പിന്നെ ഒരു റീസൺ പറയുന്നു, ഒരു ഇൻസിഡന്റിന്റെ കാര്യം പറയുന്നുണ്ട് ആദില. പരദൂഷണം, കുബുദ്ധി, ഗെയിമിനെ ഗെയിമായിട്ട് കാണാതിരിക്കുക, ഇതൊക്കെയാണ് ആദില അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. തെറ്റിദ്ധാരണകൾ പറഞ്ഞുണ്ടാക്കി പരദൂഷണം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അഭിലാഷ് എന്നാണ് ആദില പറയുന്നത്. പിന്നെ അതിലെ നോമിനേറ്റ് ചെയ്ത മറ്റൊരു വ്യക്തി ബിന്നിയാണ്. കൃത്രിമമായി സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കി എന്ന റീസൺ ആണ് പറയുന്നത്. ഇത്രയും നാൾ കുത്തിത്തിരിപ്പുണ്ടാക്കി നടന്നിട്ട് ഇന്നൊരു പ്രശ്നം വന്നപ്പോൾ വളരെ ഫേക്ക് ആയിട്ട് നിന്നു എന്നും അങ്ങനെ എന്തോ ഒരു റീസണും അതിൽ പറയുന്നുണ്ട്. ലക്ഷ്മി നോമിനേറ്റ് ചെയ്തത് റെന ഫാത്തിമയാണ്. സ്വന്തമായ ഒരു ഗെയിം റെന കളിക്കുന്നില്ല എന്നൊരു റീസൺ പറയുന്നുണ്ട്. പിന്നെ അതിലെ സ്വന്തമായ ഒരു ഗെയിം കളിക്കുന്നില്ല എന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് റെന ഫാത്തിമ, ആദില എന്നിവരാണ് ലക്ഷ്മിയുടെ നോമിനേഷൻസ്. അക്ബർ നോമിനേറ്റ് ചെയ്തത് അനുമോളെയാണ്. 5 മണിക്കൂർ ഇരുന്ന് ചെക്ക് ചെയ്തിട്ടും ബിഗ് ബോസ് ടീം കാണാത്ത കാര്യം അനുമോൾ കണ്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് നാടകം കളിച്ച് നിൽക്കുന്നു എന്ന റീസൺ അനുമോളെ പറ്റി അക്ബർ പറയുന്നുണ്ട്. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത കാര്യമൊക്കെ അക്ബർ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ അക്ബർ നോമിനേറ്റ് ചെയ്ത മറ്റൊരു വ്യക്തി അനീഷാണ്, സ്വാഭാവികം. ബിന്നി നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ്. പണി വേഴ്സസ് തുണി എന്ന ടാസ്കിൽ ഒട്ടും സഹകരണം ഇല്ലായിരുന്നുവെന്നും അതേപോലെ വൈൽഡ് കാർഡുകളെ പരിധി വിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന റീസണൊക്കെ ബിന്നി പറയുന്നുണ്ട് നെവിനെ പറ്റി. ആദിലെ ബിന്നി നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് കളിക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അവർ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നില്ല എന്ന റീസൺ പറയുന്നുണ്ട്. മസ്താനി നോമിനേറ്റ് ചെയ്തത് റെന ഫാത്തിമ, അതേപോലെ തന്നെ ജിസേല്. ഗ്രൂപ്പിസം, ഫേവറിറ്റിസം ഇതൊക്കെ മസ്താനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ആര്യൻ നോമിനേറ്റ് ചെയ്തത് അനുമോൾ, അതേപോലെ ആദില. ഒനീല് നോമിനേറ്റ് ചെയ്തത് ബിന്നി, അതേപോലെ പിന്നെ ആദിലേനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ചിയർ ലീഡേഴ്സ് ആണെന്നാണ് ഒനീല് പറയുന്നത്. ഒനീലിന്റെ നോമിനേഷൻസ് വളരെ ലോങ് ആണ്. ഒനീല് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത് ലിറ്ററലി കൺഫെഷൻ റൂമിൽ ഇരുന്നുകൊണ്ടാണ്. അല്ലാതെ ഒനീൽ അവിടെ ഒരു രീതിയിലുള്ള കളിയും കളിക്കുന്നതായിട്ട് കാണുന്നില്ല. കൺഫെഷൻ റൂമിൽ വന്നിരുന്ന് പറയുമ്പോൾ മാത്രം 100 നാക്കാണ്. ഓക്കെ, അതാണ് ഒനീൽ സാബുവിന്റെ കാര്യം. അതൊരു സൈഡിലുണ്ട്. പിന്നെ സാബുമാൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ്, അനീഷ് എന്നിവരെയാണ്. സാബുമാന്റെ റീസൺസ് ഒട്ടും വ്യക്തമല്ലായിരുന്നു, വാലിഡ് അല്ലായിരുന്നു എന്ന് മാത്രമല്ല എന്ത് തേങ്ങയാണ് സാബു ഇവിടെ പറഞ്ഞത്. സത്യമായിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ഷാനവാസിനെ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സാബുമാൻ. റെന നോമിനേറ്റ് ചെയ്തത് അഭിലാഷ്, അതേപോലെ അനുമോൾ. അനുമോളെ പറ്റി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് റെന പറയുന്നുണ്ട് കേട്ടോ. പുറത്തുള്ള PR-ന്റെ മാത്രം ബലത്തിൽ അകത്ത് നിൽക്കുന്നു, വളരെ വീക്കായിട്ട് പ്ലാച്ചിമുമ്മയെ കൊണ്ട് നടക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗെയിമും അനുമോൾക്കില്ല. ഇങ്ങനെയൊക്കെ റെന പറയുന്നുണ്ട്. ഭയങ്കര ഒബ്സർവേഷൻ തന്നെയാണ് കേട്ടോ റെനയ്ക്ക്. വൈൽഡ് കാർഡുകൾ വന്നിട്ട് പോലും ഒരു വെളിവ് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ജിഷിൻ നോമിനേറ്റ് ചെയ്തത് ബിന്നി, അതേപോലെ റെന ഫാത്തിമ. രണ്ടുപേരും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിന്ന് കളിക്കുന്നു എന്നൊരു കാരണമാണ് ജിഷിൻ പറയുന്നത്. ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് നെവിനെയാണ്. ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ക്യാപ്റ്റനാണെന്നും വൈൽഡ് കാർഡ്സിന്റെ കൂടെ നിന്ന് ഗ്രൂപ്പ് കളിക്കുന്നുവെന്നും അങ്ങനെ കുറെ റീസൺസ് നെവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന മുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിരുന്നു, മുൻകാലങ്ങളിലുള്ള ബന്ധം കാരണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടുന്ന അവസരത്തിലെല്ലാം അനുമോള് തനിക്കെതിരെയാണ് ഗെയിം കളിച്ചത് എന്നൊരു കാരണം പറഞ്ഞ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഷാനവാസിനെ അനുമോൾ യൂസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനിതൊന്നും കണ്ടിട്ടില്ല, സത്യമായിട്ടും ഒരു യൂസിങ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അനുമോള് നോമിനേറ്റ് ചെയ്തത് അക്ബർ, വായിൽ തോന്നുന്നത് വിളിച്ച് പറയുന്നത് സ്വാഭാവികം റീസണൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആദിലെ അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ആദിലെ നോമിനേറ്റ് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീസൺ ആണ് അനുമോൾ പറഞ്ഞത്. ആദിലെ എപ്പോഴും അനുമോളോട് ചോദിക്കാറുണ്ടായിരുന്നു അത്ര അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി എന്താണ് തോന്നുന്നത് എന്നൊരു കാര്യം. പലതവണ അവർ ചോദിച്ചിട്ടും അനുമോൾ ഒഴിഞ്ഞു മാറിയിരുന്നു. പുറത്ത് വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് അനുമോൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു ലാസ്റ്റ് ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുമോളെ ചാടിക്കടിക്കാൻ വന്നത് പിന്നെ കള്ളിയാക്കി ചിത്രീകരിച്ചു എന്ന റീസണൊക്കെ അനുമോള് ആദിലയെ പറ്റി പറയുന്നുണ്ട്. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് ആദില, ബിന്നി എന്നിവരെയാണ്. ആദില ഇവിടെ എസ്കർഷന് വന്നിരിക്കുന്ന പോലെയാണെന്നാണ് അഭിലാഷ് പറയുന്നത്. പിന്നെ ബിന്നി ഗ്രൂപ്പിസം കളിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ജിസയില് നോമിനേറ്റ് ചെയ്തത് ആദില, അഭിലാഷ് എന്നിവരെയാണ്. അഭിലാഷ് ഡേർട്ടി ഗെയിം ആണ് കളിക്കുന്നതെന്നും ആദില വീക്ക് പ്ലെയർ ആണെന്നൊക്കെ ജിസയില് പറയുന്നുണ്ട്. നെവിൻ നോമിനേറ്റ് ചെയ്തത് അഭിലാഷിനെയും അക്ബറിനെയാണ്. അക്ബർ തിങ്കൾ മുതൽ വെള്ളി വരെ കട്ടക്കൽപ്പിൽ നിന്നിട്ട് ലാലേട്ടൻ വരുമ്പോൾ പൂച്ചക്കുട്ടിയായി മാറുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് നെവിൻ പറയുന്നുണ്ട് അക്ബറിനെ പറ്റി. പിന്നെ അക്ബർ ഒരു ഓസം ഗെയിമർ ആണെന്ന് നെവിൻ സമ്മതിക്കുന്നുണ്ട്. എന്റെ വഴിയിൽ അങ്ങനെ ഒരു സ്ട്രോങ് പ്ലെയർ കിടപ്പുണ്ടെങ്കിൽ അത് വെട്ടിമാറ്റി എനിക്ക് പോണം എന്നുള്ളത് എന്റെ ഗെയിമാണെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്.
എല്ലാവരുടെയും നോമിനേഷൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിന്റെ ഒരു മാരകമായ ഒരു ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി വേറൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ച നോമിനേഷനിൽ വരാത്തതായിട്ടുള്ളത് ആകെ നൂറ, ഷാനവാസ്, ഒനീല്, ജിസേല്, ജിഷിൻ എന്നിവരാണ്. ഇവരൊഴികെ ഈ 5 പേരൊഴികെ എല്ലാവരും തന്നെ നോമിനേറ്റഡ് ആണ്. വൈൽഡ് കാർഡുകള് 4 പേര്, പിന്നെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും നോമിനേറ്റഡ് ആണ്. ആര്യനെ 100 ഡയറക്ട് നോമിനേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ ഒരു സൂപ്പർ നോമിനേഷൻ പവർ വെച്ചിട്ട്. പിന്നെ വൈൽഡ് കാർഡ്സ് തുടർക്കഥ ടാസ്ക് കാരണം നോമിനേഷനിലായി. അപ്പൊ അങ്ങനെ എല്ലാവരും തന്നെ അനീഷ്, അഭിലാഷ്, അനുമോള്, മസ്താനി, ലക്ഷ്മി, ആര്യൻ, ബിന്നി, ആദില, റന ഫാത്തിമ, അക്ബർ, നെവിൻ, സാബുമാൻ ഇവരാണ് നോമിനേറ്റഡ് ആയിരിക്കുന്നത്. 12 പേരുടെ ഒരു നോമിനേഷൻ ലിസ്റ്റ് ആണ് കേട്ടോ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും